എവിടുന്നാ വരുന്നത്? ഞാൻ കൊല്ലം. 10 മണിക്ക് ഫ്ലൈറ്റാണ് ദമാമിലേക്ക്. സഖാവിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ദമാമിലേക്ക് ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് സഖാവിനൊന്ന് കാണണം. വി എസിനെ എങ്ങനെയാണ്, വി എസിന്റെ ആ ഒരു വിയോഗത്തെ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? കേരള രാഷ്ട്രീയ അത്ര ഇഷ്ടമുള്ള നേതാവാണ്. സേതു ഒന്ന് ആലോചിച്ച് നോക്കുക. അയാൾക്ക് ഇദ്ദേഹത്തിന് ഇന്ന് വിദേശത്തേക്ക് പോകേണ്ട മനുഷ്യനാണ്. അദ്ദേഹമാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇങ്ങനെ വി എസിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഒരു കൈക്കുഞ്ഞുമായ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ചേട്ടാ, എന്താണ് പേര്? വി എസിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിന് ഇവിടെ വി എസിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണോ? അതെ. വി എസിന് അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ. വി എസിനെ എങ്ങനെയാണ് ചേട്ടൻ ഓർത്തെടുക്കുന്നത്? വി എസിനെ എനിക്ക് ഒരു 40 വർഷം കൊണ്ട് കണ്ടാലറിയാം. ഞങ്ങളുടെ പാർട്ടിയുടെ ആളാണ്, ഞാൻ പാർട്ടിക്കാരനാണ്. അപ്പം ഞങ്ങൾക്ക് വളരെയധികം സ്നേഹമാണ്, ഞങ്ങളെ ചങ്കാണ് അന്നും ഇന്നും. അത്ര ഇങ്ങനെ സേതു, അങ്ങനെ നമുക്ക് ഇനി അവിടേക്കുള്ള, അതായത് ആ പാതയിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ കൊടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം, അതായത് ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് ശ്രീകാര്യത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഈ കഴക്കൂട്ടം ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടി ഇതുവഴിയാണ് പോകുന്നത്. നിരവധി ആളുകൾ ഒരുപക്ഷെ ഈ ഫ്ലൈ ഓവറിൽ ഒരുപക്ഷെ ആദ്യമായിട്ടൊരു ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ വാഹനങ്ങൾ നിർത്തിയിട്ടുകൊണ്ട് ആളുകൾ വി എസ് എന്ന സമരനായകനെ കാണാൻ വേണ്ടി, വി എസ് എന്ന നേതാവിനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, അതിപ്പോൾ വി എസിൻ്റെ മൃതദേഹം ആദ്യമെത്തിയ പാളയത്തായിരുന്നാലും PMGയിലായിരുന്നാലും പ്ലാമൂടായിരുന്നാലും പട്ടത്തായിരുന്നാലും പിന്നീട് ഇങ്ങോട്ട് ഉള്ളൂരായിരുന്നാലും എല്ലായിടത്തും വലിയ ആൾക്കൂട്ടം. ഇന്നലെ 3:20 മരിച്ച ഒരു നേതാവിന് വേണ്ടി ജനങ്ങൾ അണമുറിയാതെ ഒഴുകി വന്ന കാഴ്ചകളാണ് നമ്മൾ ഇത്രയും മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകൾക്കിടയിലേക്ക് ആണ് നമുക്ക് ഈ ദൃശ്യങ്ങളും നൽകാൻ കഴിയുന്നത്. വി എസിനെ കാത്ത് വലിയ ജനക്കൂട്ടമാണ്. നമുക്ക് ഈ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. വി എസിൻ്റെ മൃതദേഹം 2 മണിക്കാണ് സെക്രട്ടറി ദർബാർ ഹാളിൽ നിന്നും എടുക്കുന്നത്. മണിക്കൂർ 5 പിന്നിട്ടിരിക്കുന്നു. ഇത് 5ാമത്തെ മണിക്കൂറാണ്. 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെ സ്റ്റാച്യുവിൽ നിന്ന് വാഹനം കഴക്കൂട്ടത്തേക്ക് എത്തിയിട്ടില്ല. ഇനി എങ്ങനെയാണ് കിലോമീറ്ററുകൾ പിന്നിട്ട് ആലപ്പുഴയിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകൾ കാണേണ്ട കാഴ്ചയാണ്. അത്രയും ആൾക്കൂട്ടമാണ് ഓരോ ഇടങ്ങളിലും. അത് ഏതെങ്കിലും CPI-IM പ്രവർത്തകരോ ഇടതുമുന്നണി പ്രവർത്തകരോ മാത്രമല്ല, സാധാരണ ആൾക്കാർ, ജനങ്ങളൊക്കെ, സ്ത്രീകളൊക്കെ വന്ന് ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ കാവലാളാണ് പോകുന്നത്, അദ്ദേഹത്തെ ഒരു നിമിഷമെങ്കിലും കാണാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. 5 മണിക്കൂർ എടുക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് വരാനെടുക്കുന്ന സമയമാണ് 5 മണിക്കൂർ. ആ 5 മണിക്കൂർ കൊണ്ട് സ്റ്റാച്യുവിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് ഈ വാഹനത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ആളുകൾ, എത്രമാത്രം ആൾക്കൂട്ടങ്ങളാണ് വി എസ് എന്ന മനുഷ്യനെ കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വി എസ് 2019 മുതൽ ഈ പൊതുവേദികളിലൊന്നും സജീവമല്ലാതെ രോഗബാധിതനായി കിടക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വി എസ് ഉണ്ടായിരുന്നു. ആ വി എസ് ഇന്നലെ അന്തരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ തോതിൽ ജനങ്ങൾ അവരുടെ പ്രിയപ്പെട്ട നേതാവ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, മൂന്നാറിൽ അദ്ദേഹം 1000 ഏക്കറോളം ഭൂമി തിരികെ പിടിച്ച് മലയാളത്തിന് നൽകിയ വി എസ് എന്ന മനുഷ്യൻ, അങ്ങനെ വി എസ് നടത്തിയ പോരാട്ടങ്ങൾ എത്രയോ ആണ്. സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ. ഇപ്പോൾ വി എസിൻ്റെ ഒരു വാക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാകും. സ്ത്രീ പീഡകരെ ഞാൻ കയ്യാമം വെച്ച് നടത്തും എന്ന് പറഞ്ഞ വി എസിന് നമുക്ക് ഓർമ്മയുണ്ടാകും. അങ്ങനെ മലയാളികളുടെ സമര പോരാട്ടങ്ങളുടെ ഏതൊരു വിഷയത്തിലും ഒരു കാവലാളായി, ഏതെങ്കിലും വിഷയത്തിൽ നമുക്കെതിരെ ആരെങ്കിലും വരികയാണെങ്കിൽ ചോദിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അനുവിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഈ ഹർഷന് കണ്ട പോലെ പറഞ്ഞ ഒരാള് ഈ ഒമാനിലേക്ക് പോകാനുള്ള ആളാണ് അദ്ദേഹം. വി എസിനെ കണ്ടതിന് ശേഷം മാത്രമേ പോകുള്ളൂ. അത് അദ്ദേഹത്തിന് പ്രത്യേക ഒരു രാഷ്ട്രീയമില്ല, മറ്റ് പറയാനായിട്ടൊന്നുമില്ല. വി എസിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ വി എസ് എന്ന് പറയുന്നത് അതാണ് ആ ഒരു വികാരം എന്ന് പറയുന്നത്. നമുക്കിപ്പം അർജുൻ കൂടിയുണ്ട്. അർജുൻ, ഇപ്പോൾ വിലാപയാത്ര ഏതുവരെ എത്തി അർജുൻ?